ഇന്നേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ ടീപ്പോയിലും ഡൈനിങ് ടേബിളിലും ഒക്കെ വെക്കാൻ തക്കവണ്ണമുള്ളതായ പോട്ടുകളെക്കുറിച്ചും അതിൻ്റെ അകത്ത് വെക്കുന്ന ചെടികളെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഫെലനോസിസ് എന്ന് പറയുന്ന പ്ലാന്റ് ഒരു ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്നൊരു പ്ലാന്റാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ പ്ലാന്റ് ചെറിയ പ്ലാന്റുകളുമുണ്ട്, വലിപ്പമുള്ള പ്ലാന്റുകളുണ്ട്. ഒത്തിരി നല്ലതായിട്ട് ലെന്തായിട്ട് വന്നിട്ട് പൂക്കൾ കൊലയായിട്ട് വന്ന് നിൽക്കുന്നതുകൊണ്ട്, എന്നാൽ ചെറിയ രീതിയിൽ പൂക്കൾ വന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളുമുണ്ട്. ഈ പ്ലാന്റുകളെ ഏത് തന്നെയാണെങ്കിലും നമ്മുടെ ടീപ്പോയിലോ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിലോ അത് നല്ലൊരു പോട്ടിൽ വെച്ചാൽ നല്ല സൗന്ദര്യമാണ്. അത് നമുക്കൊരു പ്രത്യേക ഫീലാണ് നമ്മുടെ റൂമുകളിൽ കൊണ്ടുവരുന്നത്. ചില കടകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഈ പോട്ട് കണ്ടാൽ നമ്മൾ മൈൻഡ് ചെയ്യാറേയില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ നമ്മുടെ ചിന്ത നമുക്കത് വാങ്ങിക്കാൻ പറ്റാത്ത, അതിലും വലിയൊരു റേറ്റ് ആയിരിക്കും അതിനെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഓരോ ചിന്ത. എന്നിരുന്നാലും നമ്മൾ പോകുമ്പം വെറുതെ ഷോപ്പുകളിൽ ആ പോട്ടുകളൊക്കെ കാണുമ്പം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിലുള്ള പോട്ടുകളാണോ എന്ന് അന്വേഷിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എനിക്കങ്ങനെ പലപ്പോഴും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ ചിന്തിക്കാറുണ്ട്, അല്ലേ ആ പോട്ട് വാങ്ങിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അത് നല്ലതായിരുന്നു എന്ന്. കാരണം ചില കടകളിൽ ചെല്ലുമ്പോൾ വളരെ ഭംഗിയുള്ള പോട്ടുകൾ നിസ്സാര വിലയ്ക്ക് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ വാങ്ങിച്ച 2 പോട്ടുകളാണ് ഞാനിപ്പം നിങ്ങളുടെ മുന്നിൽ ഈ കാണിക്കുന്നത്. ഈ പോട്ടിന് വെള്ളം പോകാനായിട്ട് പ്രത്യേക ഹോളുകളൊന്നും ഇല്ല. പിന്നെ നമുക്ക് 2 രീതിയിൽ പ്ലാന്റ് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഒന്ന്, സാധാരണ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു പ്ലാന്റ് വെച്ച് കൊടുക്കുക. പക്ഷേ ആ സമയത്ത് വെള്ളം കൊടുക്കുന്നത് അല്ലെങ്കിൽ വളം കൊടുക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം ആയിരിക്കണം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓർക്കിഡ് വെച്ചിരിക്കുന്ന ചെറിയ പോട്ടുണ്ട്, ആ പോട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കാം. അതാകുമ്പം ഈസി ആയിട്ട് നമുക്ക് വളം ചെയ്യേണ്ടപ്പോൾ വളം ചെയ്യുകയോ വെള്ളം ഒഴിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പം അതൊത്തിരി വിഷയങ്ങൾ ഉണ്ടാകത്തില്ല. കാരണം അത് എടുത്ത് തിരിച്ചിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കത് ശരിക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരാഴ്ചത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട. അല്ലെങ്കിൽ ഒരാഴ്ച വളം കൊടുത്ത് കഴിഞ്ഞാൽ അതെടുത്ത് പിന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് റീപ്ലാന്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ 2 രീതികളിൽ ഈ പോട്ടുകളിൽ നമുക്ക് പ്ലാന്റുകൾ വെക്കാവുന്നതാണ്. അപ്പം പ്ലാന്റുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനകത്തോട്ട് തന്നെ പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതല്ല, ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഫ്ലവറുള്ള പ്ലാന്റ് നമുക്ക് എടുത്ത് വെക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു പോട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇത്രയും നേരം ഞാനിത് പറഞ്ഞിട്ടും ഇതിൻ്റെ റേറ്റൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അത് ഞാൻ അറിഞ്ഞിട്ട് തന്നെ പറയാഞ്ഞതാണ് കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ, പല ഷോപ്പുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ പല രീതിയിലുള്ള റേറ്റാണ് ഇതിനിടുന്നത്. അത് ഞാൻ മിക്ക ഷോപ്പുകളിലും കയറുമ്പോൾ തിരക്കാറുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പോട്ടിൻ്റെ റേറ്റ് ചോദിക്കുക. അത് നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ കഴിയുന്നതാണെങ്കിൽ നമ്മളത് ആ സമയത്ത് തന്നെ അവിടെ വെച്ച് വാങ്ങുക എന്നത് ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യം. കാരണം എന്നെ ചോദിച്ചാൽ, പിന്നീട് നമ്മളത് ആഗ്രഹിച്ച് ആ പോട്ട് വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒരു പക്ഷേങ്കിൽ ആ പോട്ട് ഇവിടെ കാണത്തില്ല. നമ്മൾ പല കടകളിൽ കയറി ഇറങ്ങിയാലും അത് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇനിയിപ്പം ഓർക്കിഡ് തന്നെ വെക്കണമെന്നൊന്നും ഇല്ല. എനിക്ക് ഓർക്കിഡ് ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ ഈ പ്ലാന്റ് ഇതിൽ വെച്ചെന്നേ ഉള്ളൂ. നമ്മുടെ ഏത് പ്ലാന്റ് ആണെങ്കിലും അത് ഇങ്ങനെയുള്ള പോട്ടുകളിൽ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ട് തന്നെ അതിരിക്കും. അത് ഒരാഴ്ചയൊക്കെ നല്ല, ഏത് ചെടി വെച്ചാലും നമ്മുടെ റൂമുകളിൽ ഒരാഴ്ചയൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ 2 പോട്ടുകളിലായിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓരോ ആഴ്ചകളിൽ ഓരോ ചെടികൾ വെച്ച് മാറി മാറി എടുത്ത് ഈ പോട്ടുകളിലേക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾ ഇതുപോലെ നല്ല പോട്ടുകളൊക്കെ കാണുമ്പം വെറുതെ ഷോപ്പുകളിലൊക്കെ കയറുമ്പോൾ ഒന്ന് വില ചോദിക്കുക. നിങ്ങളെയും കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലകളേ അതിനുള്ളൂ. അപ്പം അങ്ങനെയുള്ള പോട്ടുകളൊക്കെ വാങ്ങിക്കുക. പിന്നീടൊരു സമയത്ത് നമുക്കൊരു പ്ലാന്റ് കിട്ടുമ്പോൾ അങ്ങനെ ഒരു പോട്ട് കിട്ടുവാണെങ്കിൽ അതിനകത്ത് വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ പിന്നെ ആ പോട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം ഞാൻ ഈ പോട്ടുകളൊന്നും മേടിക്കാനായിട്ട് പോയതല്ല, കണ്ടപ്പം ഇഷ്ടപ്പെട്ടപ്പം
വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഈ കാണുന്ന പോട്ടൊന്നും എനിക്ക് സെയിലിനില്ല, പക്ഷേ ഈ പ്ലാന്റുകളൊക്കെ എനിക്ക് സെയിലിനുള്ളതാണ് കേട്ടോ. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓരോ പ്ലാന്റിൻ്റെയും വീഡിയോയും ഫ്ലവറിൻ്റെ ഫോട്ടോയും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.